ഒരു വീഡിയോ ഇപ്പൊ എക്സിൽ ട്രെൻഡിങ് ആണ്. കാര്യം എന്താണെന്ന് മനസ്സിലായോ? ചിലവർക്ക് മനസ്സിലായി കാണും, ഇല്ലാത്തവർ വിഷമിക്കേണ്ട, പറഞ്ഞുതരാം. 15,000 വരിക്കാർ തികച്ചില്ലാത്ത ഒരു നോർവീജിയൻ പത്രമാണ് ഡഗ്സ് അവൈസൻ. ഈ പത്രത്തിൽ ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റ് ആണ് 28-കാരിയായ ഹെലാലി. നോർവേയിൽ അത്രയൊന്നും സെലിബ്രിറ്റിയായ മാധ്യമ പ്രവർത്തകയല്ല അവർ. മെയ് 18-ന് നോർവേ സന്ദർശനത്തിനെത്തിയ നരേന്ദ്രമോദിയോട് ചോദിച്ച ഒറ്റ ചോദ്യമാണ് ട്രെൻഡായി കത്തിക്കയറിയത്. നോർവീജിയൻ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും ഓസ്ലോയിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ സംയുക്ത പ്രസ്താവന നടത്തിക്കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ ചോദ്യം മാധ്യമപ്രവർത്തക ചോദിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആരോ ഇത് വീഡിയോ എടുത്തു. മാധ്യമപ്രവർത്തകയുടെ ചോദ്യവും ഉത്തരവും പറയാതെ മോദി ഇറങ്ങിപ്പോകുന്നതും വീഡിയോയിൽ പകർത്തി. അതാകെ പരന്നു. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 157-ാം സ്ഥാനമുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പത്രസ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യത്ത് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാതെ ഒഴിഞ്ഞു മാറുന്നു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ മിനിറ്റുകൾ കൊണ്ട് വ്യാപകമായി. നാട്ടിലുള്ള വില പോലെയല്ല, ഇന്റർനാഷണൽ ലെവലിൽ പുല്ലുവിലയാണ് നമ്മുടെ മോദിജിക്കുള്ളത് എന്നുകൊണ്ട് തന്നെ സംഗതി കയ്യിൽ നിന്ന് പോയി. ആകെ നാണക്കേടായി. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിപ്പോരാനായി പിന്നെയുള്ള കസർത്ത് മുഴുവൻ. വൈകുന്നേരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ് ബ്രീഫിംഗ് ഉണ്ടെന്ന അറിയിപ്പ് ഹെലയെ ടാഗ് ചെയ്ത് അവർ എക്സിൽ പോസ്റ്റ് ചെയ്തു. വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിലും ഹെല എത്തി. വേദിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ 4 ഉദ്യോഗസ്ഥർ. നേതൃത്വം നൽകുന്നത് MEA സെക്രട്ടറി സിബി ജോർജ്, മലയാളി, പാലക്കാരൻ. പിടിച്ചതിലും വലുതാണല്ലോ മാളത്തിൽ എന്ന പോലെ ഇടിവെട്ടായി ഹെലയുടെ ആദ്യ ചോദ്യം വന്നു. ഞങ്ങൾ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാനാണ്? നിങ്ങളുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ സാധിക്കുമോ? നിങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? അതും 10-12 കൊല്ലമായിട്ട് ഒരു പ്രാവശ്യം പോലും മാധ്യമങ്ങളെ കാണാത്ത നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച്. പിന്നെ അവിടെ ഉണ്ടായത് മൊത്തം കോമഡിയാണ്. ചോദിച്ചതിനുള്ള ഉത്തരമൊന്നും വിദേശകാര്യ സെക്രട്ടറിക്ക് പറയാനില്ല. ജനറൽ നോളജ് ക്ലാസ് എടുക്കും പോലെ എന്തൊക്കെയോ തട്ടിവിടുന്നുണ്ട്. ഇടയ്ക്ക് ഹെല ഇടപെട്ട് എനിക്ക് ഡയറക്റ്റ് ആൻസർ വേണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് സിബി ജോർജ് നൽകിയ മറുപടി കേട്ടാൽ ബാബു ആന്റണി പോലും ചിരിച്ച് മണ്ണ് കപ്പും. യോഗയെക്കുറിച്ച്, ചെസ്സിനെ കുറിച്ച്, പൂജ്യം കണ്ടുപിടിച്ചതിനെ കുറിച്ച്, സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയതിനെ കുറിച്ചൊക്കെ നിർത്താതെ തള്ളിമറിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാടാവുകയെ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിനറിയാമെന്ന് കൈമലർത്തുകയേ വഴിയുള്ളൂ. ഓസ്ലോയിൽ രാവിലെ നടന്ന കാര്യങ്ങളും വൈകുന്നേരത്തെ ചോദ്യവും മറുപടിയും ലോകമാകെ അറിഞ്ഞു. എക്സിലും ഇൻസ്റ്റയിലും കത്തിപ്പടർന്നു. ഇതോടെ പൊട്ടാതെ ബാക്കിയിരുന്ന സകല സംഖ്യഗുരുക്കളും പൊട്ടിയൊടിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? സംഖ്യകൾ അവർക്ക് ആകെ അറിയാവുന്ന പണി തന്നെ പുറത്തെടുത്തു. അവർ ഹെലയുടെ അടിയാധാരം തപ്പാൻ തുടങ്ങി. എന്തെങ്കിലും വിധേന അവർക്കൊരു ജിഹാദി ചാപ്പ അടിച്ചു കൊടുക്കാമോ എന്ന് കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. ഒടുവിൽ അവർ ചൈനയെ കുറിച്ച് എഴുതിയ ഒരു ലേഖനം ചൂണ്ടിക്കാട്ടി ഹെലയെ ചൈനീസ് ചാരയാക്കി. സംഖ്യകൾ ഇറങ്ങിക്കളിച്ചപ്പോൾ സംഭവിച്ചത് പക്ഷേ മറിച്ചാണ്. ഹെലയെ നാട്ടുകാർ അറിഞ്ഞു. 13,000 ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഹെലയ്ക്ക് ഒറ്റയടിക്ക് 53K ഫോളോവേഴ്സ് ആയി എക്സിൽ. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി നൽകുന്ന ചെറിയൊരു വില എന്നാണ് ഹെലയുടെ പ്രതികരണം. ഏതായാലും കോഴിക്കാലും കുപ്പികളും അതത് സമയങ്ങളിൽ കിട്ടുന്നതുകൊണ്ട് ഇന്ത്യയിലെ ഒരു മാധ്യമവും വിശ്വഗുരുവിനോട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. പക്ഷെ പുറത്തങ്ങനെയല്ല. ചോദിക്കാൻ ചോദ്യങ്ങളും ചോദിക്കാൻ നട്ടലുള്ളവരും ഉണ്ട്. മാപ്രകൾ കണ്ടുപഠിക്ക്.